നടന്ന് മുകളിലെത്തി. കണ്ട ഇവരൊക്കെ നടക്കണണ്ട ഭ്രാന്താ ചിരിക്കണുണ്ടെ ഇവരൊക്കെ. നടന്ന് ഞാൻ ഇല്ലാട്ടെ കാലൊക്കെ പറിക്കണു. കാല് പറിക്കണോന്ന് എവിടേക്കാ നടക്കണ്? നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കണ്ട? ഞാൻ ഈ ഇതില് സൗണ്ട് കേൾക്കുന്നു തോന്നുന്നു. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. മൈക്ക് എടുത്താണെങ്കിൽ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുമായിരുന്നു. ചീവീടിന്റെ സൗണ്ട് കേൾക്കണ്ട? ഒരു കാട്ടിലൊക്കെ കേറിയൊരു ഫീല് ആണോ? സൗണ്ട് കൂടി കൂടി വരുന്നുണ്ട് കേട്ടാ. സൗണ്ട് കൂടി കൂടി വരുന്നുണ്ട ഇല്ലേ? ചീവീടിന്റെ സൗണ്ട്, പേടിപ്പിക്കുന്ന ഒരു സൗണ്ട്, ഹൊറർ ഫീല് സെറ്റാണ്. സോ ഗൈസ് അങ്ങനെ കോട്ടമല കയറാൻ പോകണം. അപ്പോൾ കോട്ടമലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടന്മാരെല്ലാവരും കയറിപ്പോയി. ഞാൻ മെല്ലെ വീഡിയോ ഒക്കെ എടുത്ത് കയറി പോകണ്ടേ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ലോ ആയിട്ട് കയറുന്നത് ഞാനാണ്, പക്ഷേ ഏറ്റവും അവസാനം കയറുന്നത് ഞാനാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കയറി ഓടണം, കാരണം അവരങ്ങ് പോയി. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കയറാം. നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട്, കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ കയറാൻ ഭയങ്കര റിസ്ക് ആണെന്ന് തോന്നുന്നു. കുറേ സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് മെല്ലെ കയറി നോക്കാം. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. കയറി പോവുക. ചേട്ടന്മാരൊക്കെ അങ്ങ് കയറി എത്തിയട്ടാ. കുറേ സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ കാര്യമായിട്ട് കയറാനുണ്ട്, നല്ലോണം സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ കയറി അങ്ങ് എത്തുവാണല്ലോ. അത് ഇത് പറയുമ്പോലെ ഇല്ലേ, നല്ല സ്റ്റെപ്പ് ഉണ്ടല്ലേ, കുറേ സ്റ്റെപ്പ് ഉണ്ട്. നല്ല സ്റ്റെപ്പ് ഉണ്ടല്ലോ. ആ അതല്ല വന്ന് കാലിങ്ങനെ പൊക്കി വെക്കേണ്ട ഹൈറ്റ്. ഇതുണ്ടോ? കാലിങ്ങനെ എടുത്ത് വെക്കണം, നല്ല ഹൈറ്റ്. ഈ സാധനം ഇല്ലേ, ഈ സാധനം കണ്ട? ഈ സാധനത്തിന് നമ്മൾ കോലും കൊണ്ട് ഇളക്കണ്ടല്ലോ, ഉണ്ടയാവും. കണ്ട ഉണ്ടയായത് കണ്ട ഉണ്ടയായി. അതല്ല അവര് കയറി അങ്ങ് പോണു. ഇത് കയറാൻ കിട്ടുന്നില്ല. ഞാൻ കഥയ്ക്കാൻ തുടങ്ങിട്ടാ, പറ്റുന്നില്ല. ഞാൻ കഥയ്ക്കാൻ തുടങ്ങി. ഇനി ഞാൻ കുറച്ച് വീഡിയോ കട്ടാക്കാം. ഇനി മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാട്ടാ. അവരെടുത്ത് നോണ പറഞ്ഞു ഇനിയും കുറെ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നോണ പറഞ്ഞ എത്തിയിട്ടാ. വേണ്ടോ കയറാൻ വയ്യ. അവരൊക്കെ കയറി പോയി, എന്നെ കൊണ്ട് പറ്റണ്ടേ. അറിയാ ഞാൻ ശരിക്കും കത്തിച്ചു. കണ്ടോ വേർത്തിന്. കുട്ടേട്ടനൊക്കെ ഓടിയിട്ടാ കയറണ്. ഏതാ നോക്ക്, നടന്ന് എത്താറായിട്ടാ. എത്താറേ ഞാൻ അവിടെ ഉണ്ട്. പറ്റില്ലേട്ടാ. അയ്യോ കാണുപോലെയല്ല. മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും തോന്നുന്നു. ഇതുണ്ടോ അളിയാ, അവിടെ നിന്നാ കയറുന്നത്. അമ്മേ മുകളിൽ അടിപൊളിയാ. സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല, ഞാൻ കയറി പോണം. എന്നെ പറ്റിച്ചത് അവര് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് പറ്റിക്ക. സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് പറയുന്നത്, കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. നടന്നാണ് ഞാൻ ഇല്ല കേട്ടോ. മുകളിൽ കയറി കേട്ടോ, മുകളിൽ കയറി. ഓ അടിപൊളി കേട്ടോ, സ്ഥലം കൊള്ളാലേ. നടന്ന് മുകളിലെത്തി. കണ്ട ഇവരൊക്കെ നടക്കണണ്ട ഭ്രാന്താ ചിരിക്കണുണ്ടെ ഇവരൊക്കെ. നടന്ന് ഞാൻ ഇല്ലാട്ടെ കാലൊക്കെ പറിക്കണു. കാല് പറിക്കണോന്ന് എവിടേക്കാ നടക്കണ്? ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലാട്ടാ. വാമലി പോയാൽ മതിയായിരുന്നു, മെല്ലെ കയറി പോവാ. ഞാൻ അപ്പുറത്തേക്ക് നടക്കണമെന്ന് നോക്കാം. പറ്റുമെങ്കിൽ ഞാൻ കയറാം, അല്ലെങ്കിൽ ഞാൻ അവിടെ വെക്കും. നോക്കാട്ടാ. ഈ സൈഡ് കണ്ട, ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് നടന്നു പോയാൽ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു.
ഇത് പിടിച്ചിട്ടൊക്കെയാണ് കയറേണ്ടത്. ഓക്കെ, വീണ കുളത്തിലുണ്ടാവും ഞാൻ. കണ്ട, ചെറിയ സൈഡാണ്. ഈ കമ്പി പിടിച്ചാണോ പോവാൻ? ഞാനെങ്ങാനും വഴിക്ക് വീണതായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ കണ്ടാ പിന്നെ എന്നെ പ്രതീക്ഷിക്കല്ലേ. വീണ നേരെ ആ കുളത്തിലേക്കായിരിക്കും. അത് കുളം പോലും അല്ല, ഇത് കുഴി കണ്ട ഉള്ളിക്ക് അങ്ങ് പോവും. കാല് വഴിക്ക് പോണ്ട്. നൈസായിട്ട് ഇങ്ങനെ നടത്താം. പുറകെ ചാട്ടനുണ്ട്. കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ഒന്നും പറയില്ല. ഇത് അമ്പലമാണോ ചേട്ടാ? ഇത് അമ്പലമാണോ? ഇത് അമ്പലമാണേ. അള്ളയ്യ, സെറ്റ് വ്യൂ കേട്ടോ. അമ്പലത്തിൻ്റെ ബാക്ക് വശം വന്ന് ഈ അമ്പലത്തിൽ പൂജ ഉണ്ടോയെന്നൊന്നും അറിയില്ല. വ്യൂസ് ഒന്നും പറയാനില്ല വിഷയം. வானம் பறந்து பார்க்க ஏங்கும் பூக்கள் சிறகை நீட்டுதா, ஓடும் நதியினிலே ஓடம் ஓய்ந்து கரையை தேடுதா. என்றும் இவனும் குழந்தையா, வார்த்தை இன்னும் மழலையா, சிரிப்பில் இதயம் பொங்குதே, கருணை சிந்துதே. காற்று மலையில் மோதலாம், அந்த கடலில் சீரலாம், இந்த குழந்தை கூட்டத்தில். അങ്ങനെ എല്ലാം കണ്ട് താഴോട്ടിറങ്ങാം. ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തീറ്റയില്ലായിരുന്നു, അതുകൊണ്ട് താഴോട്ട് ഇറങ്ങണത്. കുറച്ച് വീഡിയോ എടുത്തില്ല, കുറച്ച് മാത്രം എടുത്തോളൂ. എല്ലാവരും ഇറങ്ങി. കയറുമ്പോഴും അവസാനം ഞാനായിരുന്നു, ഇറങ്ങുമ്പോഴും അവസാനം ഞാനാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം അതിൽ ഇറങ്ങാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ വയ്യ. നടക്കാനും സ്റ്റെപ്പ് കയറാനൊക്കെ കുറച്ച് വയ്യാകി ഉണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഇറങ്ങാൻ നിറച്ച് കുറച്ച് തീറ്റയുടെ പരിപാടിയിലായിരുന്നു. കുത്തനുള്ളവർക്കൊക്കെ തോന്നുന്നു. അതേർത്തു. അയ്യോ, കുത്തനിറക്കാം. ഞാൻ ഇപ്പൊ വീണേനെ. അയ്യോ, ഇതാ ലോറി. വണ്ടിക്കുള്ള ട്രാക്ക് ഇതിനാണ് കണ്ടെന്നല്ല, ഇത് കടന്നു പോകാൻ വണ്ടിയല്ല. പുഷ്പ എന്ന റോഡാണത്. പുഷ്പ എന്ന റോഡാണ് കഴിച്ചത്. ഓ, അങ്ങനെ നടന്ന് താഴെ എത്താറായി. കേറുമ്പോഴും അതേ വയ്യാണ്ടായി, ഇറങ്ങുമ്പോഴും അതേ വയ്യാണ്ടായി. ഒന്നാമത് മുണ്ട് വേറെ എടുത്തേക്കണം, നടക്കാനും പറ്റില്ല. പാൻറ്റോ ട്രൗസറോ അങ്ങനെ വല്ലതും ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. മുണ്ടായതുകൊണ്ട് ഇപ്പം നടക്കാനും വയ്യ, ആകെ മൊത്തത്തിൽ വയ്യാകാം. പക്ഷെ എന്നാലും കാല് വീങ്ങിയാലും കുഴപ്പമില്ല, വയ്യാകെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഐസായിട്ട് കയറി. മുകളിൽ കയറി താഴോട്ട് എത്തിയിട്ടാ. നടന്ന് താഴെ എത്തി. നടന്ന് ചെയ്യണ്ടേ അമ്മേ, താഴെ എത്തിട്ടാ. താഴെ എത്തി. ഓ, താഴെ എത്തിയിരുന്നു, വയ്യാണ്ടേ. അപ്പൊ താഴെ എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഞാൻ കുറച്ച് തിന്നട്ടെ, കുറച്ച് തിന്നും വെള്ളമൊക്കെ കുടിക്കട്ടെ. ഓക്കെ.